മോർണിംഗ്. പൊതുവില് സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ഇപ്പൊ നമ്മൾ ഓൺലൈനിലാണെങ്കിലും ടി വിക്കാണെങ്കിലും ഇന്റർവ്യൂസ് എടുത്ത സമയത്ത് സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ പല കാര്യങ്ങളും പറയുന്നതിനൊരു പരിമിതി ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും തന്നെ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പൊ കണ്ടതിന് ശേഷം ഈ സിനിമയെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് അറിയാം. പിന്നെ ഈ സിനിമ സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയണം. ഇതൊക്കെയാണ് ഈ പ്രസ് മീറ്റിന്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോട് എല്ലാവരോടും ചോദിക്കാം. ഡയറക്ടർ നാമസ്, പ്രൊഡ്യൂസർ ആശിക് ഉസ്മാൻ, ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഈ സിനിമ ടീം സ്വീകരിച്ചത്. ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വേണ്ടായിരുന്നു നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഒരു ഉക്കര കോപ്പയായിരുന്നു ആസിഫും ഞാനും കൂടെ ഉക്കര കോപ്പയായിരുന്നു. ഒരുപാട് സന്തോഷം. പിന്നെ അതുപോലെ രണ്ടാംഗത്തിനെ കുറിച്ച് ഒരുപാട് പൊന്നപ്പൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം ആദ്യത്തെ സിനിമ സൂപ്പർ ഹിറ്റ്, രണ്ടാമത്തത് അതിനേക്കാൾ മേളിൽ അഭിപ്രായം എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. സംവിധായകരും ഭയങ്കര ഒരു സന്തോഷത്തിലാണ് ആദ്യ സിനിമ വിജയിച്ചത്. പ്രൊഡ്യൂസർ ഭയങ്കര ഹാപ്പി. കാരണം ആദ്യ ദിവസം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാഷ് വന്നതിനനുസരിച്ചിട്ടാണ് സന്തോഷത്തിന്റെ അളവ് കൊടുത്തത്. പിന്നെ മനോഹരമായ ഒരു സിനിമ ചെയ്തതിനുള്ള സന്തോഷമുണ്ട്. എന്ത് കാര്യങ്ങളും നമുക്ക് ചോദിക്കാം. ഇത് ഒരു റിയൽ സ്റ്റോറി ആയിരുന്നു. അത് ഞാൻ ഇടയ്ക്കൊക്കെ പറയുന്നത് ശരിക്കും എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് താങ്കളുടെ കഥാപാത്രം താങ്കളുടെ മറ്റേ ആളെ ഇദ്ദേഹത്തിന്റെ കഥാപാത്രം ചെയ്യുന്ന ആളെ എല്ലാം അങ്ങനെയില്ല. നമ്മൾ പല സീക്വൻസുകളൊക്കെ ജീവിതത്തിലുണ്ടായിരുന്ന പല ഇൻസിഡൻസൊക്കെയാണ് കണ്ടതും കേട്ടതുമായ കാര്യത്തെ കുറിച്ചിട്ടാണ് തയ്യാറായത്. എന്നാൽ അതിനകത്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഞാൻ എപ്പോഴും ചെയ്യുന്ന പ്രോസസ് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ 15 വർഷമായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല ടെക്നീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് നല്ല ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്റെ കൂടെ എന്റെ സമപ്രായക്കാരായ ഒരുപാട് നടന്മാർ വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവാം. അതിലുണ്ടായ മാറ്റങ്ങളാണ്. പൂർവ്വം ഞാൻ ഇതുപോലെ നന്നാവണം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല. അത് അറിയാമെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് ആഗ്രഹിച്ച ഒരു ചോദ്യമാണ്, 3 സിനിമകൾ ബാക്ക് ടു ബാക്ക് ഹിറ്റായി എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ഒരു സോഷ്യൽ ഗ്യാതറിംഗിൽ ചോദിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ചോദ്യമാണ്. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. പ്രത്യേകിച്ച് ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ മലയാള സിനിമയെ പറ്റി അല്ലെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി നമ്മളും പുറത്തുനിന്നുള്ള ആളുകളും എല്ലാം വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സിനിമകളെ പറ്റി. അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. ഈ വർഷം ഞാനൊരു പടമാക്കിയത് മോശമാക്കിയില്ല എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. 3 ഡിഫറെന്റ് ജോണറിലുള്ള സിനിമകൾ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റി. നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുന്നത് ഇപ്പോൾ തമിഴിൽ നിന്നുള്ള പല റിവ്യൂസും എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത്തരത്തിലുള്ള സിനിമ അല്ല, അവിടെ എല്ലാ രീതിയിലുള്ള സിനിമകളും ചെയ്യുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നുള്ള തമിഴിൽ നിന്നുള്ള ഒരു പ്രമുഖ റിവ്യൂവർ അജീവ് സമീപയെ പറ്റി പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം ഒരു കൾച്ചർ ആയിട്ട് ബൗണ്ടറീസ് ഇല്ലാതെ ഏത് ഭാഷയിലുള്ള ആളുകൾക്കും ഇത് മനസ്സിലാവും. ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഇവിടെയുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളുകളാണ്. നമുക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ള സുഹൃത്തുക്കളിൽ പലരും നമുക്ക് ഇങ്ങനെ കിട്ടിയതാണ്. അപ്പൊ തങ്കം വന്ന് എന്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും എനിക്ക് ഒരുപാട് പേര് ഓർമ്മ വന്നു. ഈ സിനിമ കാണുന്നവർക്കും കണ്ട് ഇറങ്ങിയ അഭിപ്രായം എഴുതിയവരും
എല്ലാം പറയുന്നത് അവരുടെ സുഹൃത്തുക്കളെ പറ്റിയും അവര് പരിചയപ്പെട്ട രീതിയെ പറ്റി തന്നെയാണ്. അപ്പൊ നമുക്കറിയില്ല ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കയറി വരുന്നതും എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതും. അപ്പൊ അതൊക്കെയാണ് തങ്കം ഈ സിനിമയിലൂടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇപ്പൊ ഞാൻ താഴെ നിന്നപ്പോ സുഹൃത്തിനോട് പറഞ്ഞു, സിനിമ കഴിഞ്ഞിട്ട് ഒരു കയ്യടി കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സൈലൻസ് ഉണ്ട് തിയേറ്ററിൽ. ലൈറ്റ് വരുമ്പോ എല്ലാവരും ഇരിക്കുന്നുണ്ട്. കരഞ്ഞ കണ്ണ് ആരും കാണാതിരിക്കാൻ പറ്റിയ അത് കണ്ണുനീര് കാണുമ്പോൾ സന്തോഷം വരുന്നത് ആദ്യമായിട്ട്. തിയേറ്റർ വിസിറ്റ്സിന് ഇപ്പൊ നമ്മുടെ രാജ്യത്തിൽ പോയി തൃശ്ശൂർ, അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾ വലുതാവില്ല, അവിടെയൊക്കെ പോയ സമയത്ത് നമ്മൾ കാണുന്നത് ആളുകൾ നമ്മളെ നോക്കുമ്പോൾ കരഞ്ഞ് കലങ്ങി നന്നായിട്ടാണ്. പലർക്കും പലരെയും ഓർമ്മ വരുന്നു, പല യാത്രകളും ഓർമ്മ വരുന്നു. അപ്പൊ അതൊക്കെയാണ് ഈ സിനിമ പയ്യെ പയ്യെ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ സൈൻ. ഞാൻ വിചാരിച്ചത് അത്രയും ഞാൻ വിചാരിച്ച അത്രയും ഈ സിനിമ എത്തിയിട്ടില്ല. ആളുകൾ പറഞ്ഞ് അറിഞ്ഞ് എത്തുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ഫീലിംഗ് നേരത്തെ ഉണ്ടായത് സൺഡേ ഹോളിഡേക്കാണ്. സൺഡേ ഹോളിഡേ ഇതുപോലെ ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞ് ഫാമിലി ഓഡിയൻസ് വന്ന് തുടങ്ങിയതിന് ശേഷമാണ് ആ സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോവുകയും 110 ദിവസത്തോളം ഓടുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു വിജയത്തിലേക്കാണ് ഈ സിനിമ പോകുന്നതെന്നാണ് എന്റെ പ്രതീക്ഷ. ഈ കഴിഞ്ഞ ശനിയും ഞായറുമായിട്ട് ഏറ്റവും കൂടുതൽ വന്ന് കണ്ടത് ഫാമിലീസ് ആണ്. നമുക്ക് കാണാം, മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് സിനിമ കാണാൻ വരുന്നതും അവര് ഇതിന്റെ ഇമോഷൻ കൃത്യമായി മനസ്സിലാക്കുന്നതും. അപ്പോ യെസ്, എന്തോ ചോദിച്ചു, ഞാൻ എന്തൊക്കെയോ മനസ്സിലായി. നാസിന് ഒരുപാട് ഒരുപാട് ഐഡിയാസ് ഉള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത ഒരാളാണ് ഇതിന്റെ തിരക്കഥ അങ്ങോട്ട് സംവിധായകൻ നിർമ്മാതാവും. അപ്പൊ ഞങ്ങളിത് ഇങ്ങനെ ഒരു പ്ലാൻ ഇത് ആദ്യം ചെയ്തത് ഹണീബിയിലാണ്. ഹണീബി തുടങ്ങുമ്പോൾ ഞാനും ബാലുവും കൂടെ നിന്നിട്ട് പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്നാണ് നാസിങ്ങനെ ചോദിച്ചത്, ഇപ്പൊ നമുക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ സ്റ്റാൻഡിൽ എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ മുതൽ ഓഡിയൻസ് ശ്രദ്ധിക്കണം എന്നുള്ളത്. കാര്യം നമ്മൾ നിങ്ങളുടെ രണ്ടുപേരുടെയും വലിയ ബാക്ക് സ്റ്റോറീസ് ഒന്നും ഈ സിനിമയിൽ കാണിക്കുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യം മുതൽ തന്നെ ഈ ക്യാരക്ടേഴ്സിന്റെ ഓഡിയൻസിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. അതിന് ഉണ്ടാക്കിയ ബ്രില്യന്റ് ഐഡിയ ഇദ്ദേഹത്തിന്റെയാണ്. അല്ല, അത് ആശ്രിതരുടെ വൃത്തിയാകും തോന്നിയത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ മുന്നോട്ട് പോകുന്നത് പലരും തിയേറ്ററിൽ കാണുമ്പോൾ ഇതിന് രണ്ടാമത് അവർ വീണ്ടും ഒരു കണ്ണുകൊണ്ടാണ് കൊടുത്തത്. ചിലപ്പോ കണ്ണുകൊണ്ടാൻ സാധ്യത ഉണ്ടാവും. അപ്പുറത്ത് പിടിച്ചിട്ടില്ല അല്ലേ? ഇത് രണ്ടും ആണല്ലോ പോകുന്നത്. ഇവര് രണ്ടുപേരോടെ സഞ്ചരിക്കുന്നുണ്ട്. നമുക്കത് ഈസിയായിട്ട് റിപ്പീറ്റ് ചെയ്യാമായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. തൊട്ട് പെങ്ങളുടെ അടുത്ത് പോകാം, ഫ്രണ്ട്സിന്റെ ഭാര്യയുടെ അടുത്ത് പോകാം, അമ്മച്ചിയുടെ അടുത്ത് പോകാം. അതൊക്കെ ചെയ്യാമായിരുന്നു. ചെയ്യില്ല. അത് അതുകൊണ്ടാണ് അതെ അത് മുന്നേ ഓണം നമ്മൾ പ്ലാൻ ചെയ്തതും തങ്കത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു യാത്രയാണ്. ആ യാത്ര അതുകൊണ്ടാണ് ഇവരുടെ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഇവര് വേറൊരു തലത്തിലേക്ക് ജീവിതം കൊണ്ടുപോകുന്നില്ല, ഒന്നുമില്ല. ആ യാത്ര മാത്രമാണ് നമ്മൾ കാണിക്കാൻ ആഗ്രഹിച്ചത്. അത് മാത്രമാണ്, അതിന് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പൊ ഈ ചോദ്യം വന്നതുകൊണ്ട് രണ്ടുപേരോടാണ് നന്ദി പറയാനുള്ളത്. എങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒന്നും പറഞ്ഞാൽ അത് മതിയാവില്ല. ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് ബാലമുരളിയും രജിഷ വിജയനും അജു വർഗീസ് 3 പേരാണ് ഈ സിനിമയിൽ ശബ്ദം കൊണ്ട് അഭിനയിച്ചിരിക്കുന്നത്. അതിൽ ഇത് കേട്ട് ഇവരെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരം തന്നെയാണ്. ഞാൻ നേരത്തെ റോഷാക്കിന്റെ സമയത്ത് പറഞ്ഞത് കണ്ണ് കണ്ട ആളുകൾ മനസ്സിലാക്കി എന്ന് പറയുന്നത് ശബ്ദം കണ്ടവർ മനസ്സിലാക്കി. ഒരു നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ അവർ ശബ്ദം കൊണ്ട് മുന്നോട്ട് വന്നു. അപ്പൊ ഒരു പക്ഷേ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന മുൻനിരയിലുള്ള 3 താരങ്ങൾ
ശബ്ദം തന്റെ ഇതില് ഭാഗമാകുന്നു എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി കാര്യമാണ്. ഒരു ഡയലോഗ് സത്യം പറഞ്ഞാൽ വളരെ ഇമോഷണൽ ആയിട്ട് ആസ്തിനെ കെട്ടിപ്പിടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അന്ന് നേരെ ആസ്തിനെ കാണാനാണ് എന്നൊക്കെ പറയുന്നത്. ആസ്തിനെ കുറെ നാൾ കൂടി കാണുന്ന അനുസരിച്ച് കഥാപാത്രത്തെ കാണുന്ന എന്നൊക്കെ പറയാം. ഞാൻ കെട്ടിപ്പിടിച്ച് കാര്യം ഞാൻ എത്രത്തോളം സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഞാൻ സിനിമ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നും സിനിമ എത്രത്തോളം എഫേർട്ട് ഞാൻ ഇടുന്നുണ്ടെന്നും ഒക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളുകൾ ജിസാണ്. അപ്പൊ എന്റെ ഓരോ വിജയവും ജിസിന് സ്പെഷ്യൽ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അത് ജിസിന്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് മനസ്സിലായി. പിന്നെ ഈ സിനിമയുടെ രണ്ടാം ഭാഗം ഞാൻ ഇപ്പൊ കെട്ടുകളെന്ന മാതാക്ക ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ള അവസരം, നല്ല വയറ് വേണം എന്ന് പറഞ്ഞാൽ തന്നെ കഥ പറയാൻ തുടങ്ങിയത്. ഈ സിനിമയ്ക്കും അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. ഇപ്പൊ ആ സിനിമയിൽ ഷർട്ട് ഇല്ലാതിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ അത് കണ്ടിട്ട് എന്റെ അടുത്ത് കുറെ പേര് ഇങ്ങനെയൊക്കെ ബോഡി കാണിക്കണോ എന്റെ അടുത്ത് തങ്ങൾ ആദ്യം പറഞ്ഞത്. ആ സീനില് ഷർട്ട് ഇല്ലാതെ നിൽക്കുമ്പോൾ കോഴിയെ ഗ്രില്ല് ചെയ്യായിട്ട് ഞാൻ അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തു. നല്ല വയറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമ അങ്ങനെയുള്ള ഡീറ്റെയിലിംഗോടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ക്യാരക്ടേഴ്സ് രണ്ടു പേരുടെയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്വരാജെ കുറിച്ച് കുറെ നാള് തമാശ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ കൂടെ സീരിയസ് ആണ് കഥാപാത്രം. ഇപ്പൊ വീണ്ടും നാച്ചുറൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ ഒരു കഥാപാത്രം ചെയ്തത് ശരിക്കും പ്രേക്ഷകര് തങ്ങളുടെ കഥാപാത്രത്തെ കാണുമ്പോൾ നമ്മുടെ ചുറ്റുപാടത്തുള്ള ഒരു നോർമൽ ഒരു വ്യക്തിയെ കാണുന്ന പോലെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതേപോലത്തെ കഥാപാത്രം ചെയ്യണമെന്ന് എല്ലാത്തരം കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വരുന്നതിന് വേണ്ടി കഴിയുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോ കെട്ടിയുള്ള മലയാളം കഴിയുമ്പോൾ തന്നെ മോട്ടോട്ടുക എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ റിലീസ് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്ന കഥ പറയുമ്പോൾ നല്ല 2-3 കഥ പറയും. അതില് പിന്നെ അതിന് വൈകി എന്തായാലും അത് തിയേറ്ററിലേക്ക് എത്തി. ഒരുപാട് സന്തോഷം. കഥ പറയുമ്പോൾ ഒരുപാട് ചിന്തിച്ചതാണ്. ഇത് ഒരു റിയൽ ലൈഫ് സ്റ്റോറി കൂടിയാണ്. പിന്നെ ഇത്തരത്തിലൊരു സിനിമയുടെ ഈ ഒരു വൻ വിജയമായി തീർന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം. എല്ലാതരം വേഷങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എന്ന് മാത്രമല്ല അങ്ങനെ നല്ല നല്ല കഥാപാത്രങ്ങൾ എന്റെ വരട്ടെ, നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റട്ടെ. ഇത്രയും അടിപൊളിയാണ്. വിക്രം സാറ്, SJ സൂര്യ, അങ്ങനെ വലിയ ഫിലിം താരങ്ങളോടൊപ്പം സ്ക്രീൻ ഷെയർ കിട്ടി. അതൊരു മഹാഭാഗ്യം. സൂര്യ അതിന്റെ ഷൂട്ടിംഗ് തീർന്നിട്ടില്ല. നല്ല എക്സ്പീരിയൻസ് ആണ്. അരുൺകുമാർ അതിന്റെ സംവിധാനം അറിയാലോ. നമ്മുടെ സിത്തേരെ തീർച്ചയായിട്ടും അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ആഗ്രഹിച്ചിരുന്നതാണ് ഇങ്ങനെ തമിഴിലും അന്യഭാഷയിലൊക്കെ ആഗ്രഹിക്കുമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ അതിന് കറക്റ്റായിട്ട് ഒരവസരം കിട്ടി ഉൾപ്പെടായിരുന്നു. അത് മാക്സിമം നിങ്ങൾക്ക് ഒരു തരത്തിലും മോശം വരാതെ മാക്സിമം എല്ലാ ഫോട്ടും ഞാൻ അതിലിട്ടിട്ടുണ്ട്. ബാക്കി ദൈവത്തിലായിരിക്കും. അത് നമ്മള് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. അങ്ങനെ തിയേറ്ററിൽ പറഞ്ഞ പണം കഴിയുമ്പോൾ കിട്ടുന്ന ഒരുപാട് എന്താ പറയാ, പ്രതീക്ഷയപ്പുറം ഒരു വലിയൊരു ഹാപ്പിനെസ്സാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ക്ലാസ്സിൽ ഷൂട്ട് ചെയ്തതാണ്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉറപ്പായിട്ട് അടിപൊളിയായിരുന്നു. എല്ലാത്തരം സിനിമകളും ചെയ്യാനാണ് താല്പര്യം. അപ്പൊ ഇതിപ്പോ തനിക്കാണെന്ന് ഈ കഥ പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അവർ ആഗ്രഹിച്ച സിനിമയാണ്.
അത് ശരിക്കും പറഞ്ഞാൽ ലൈവിലൊക്കെ കൂടുതൽ മോശമാണ് ചെയ്യാൻ കൂടുതൽ. അപ്പൊ അത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന അതിന്റെ കയ്യിലാണ് സാധാരണ മറ്റായ ചോദിക്കുമ്പോൾ അല്ല, അത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു, 100% സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എണ്ണ കൂടുതൽ എന്റെ എന്റെ കയ്യിൽ പറ്റിയിട്ടുണ്ട്. പല സമയത്ത് അത് ഡബിങ്ങിലൊക്കെ എണ്ണം കുറച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്താണ് ആനിമൽ ഇറങ്ങിയത്. ആനിമൽ ഇങ്ങനെ പപ്പ 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 എന്നുള്ളത് എണ്ണി എണ്ണി വന്നു. അപ്പൊ ലാസ്റ്റ് ബോസ് അതിനെ കുറച്ച് കുറയ്ക്കാൻ, അതായത് സംസാരിച്ച് ആ ഫ്ലോ കിട്ടിയപ്പോ ആ ബോസിനെ കൊണ്ട് കിട്ടിയതൊരു സുഖമുണ്ട്. എനിക്ക് ആ സുഖം ഇതിന് മുന്നേ കിട്ടിയത് മച്ചാനെ നമ്മൾ വിളിയില്ല. ഞാൻ ആ വിളിയെ തന്നെ വിളിച്ചത്. പിന്നെ ഇപ്പൊ തിയേറ്റേഴ്സിന് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ട്രെൻഡ്, ഞാൻ തിയേറ്റേഴ്സിൽ പോകുന്ന സമയത്തൊക്കെ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോസ് കൂട്ടുകാര എന്ന് വിളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ വിളിയിലൊരു ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ സിനിമയിൽ പേര് ചോദിക്കാൻ രണ്ടുപേര് മാത്രം തോന്നുന്നത് ആ വിളിയിലാണ്. തിയേറ്ററിൽ നല്ല സമയത്ത് കാണാനായിട്ട് അന്നൊക്കെ നമുക്ക് വളരെ ഇമോഷണലായിട്ട് കാണാനായിട്ട് ഒരുപാട് നാളുകൂടി ആ ഇക്കാലം വെച്ച് ചേർത്ത് പിടിക്കുമ്പോണ്ടാകുന്ന ഫീലിംഗ് ഏറ്റവും മുമ്പ് കണ്ട തലവിൽ ഇതേപോലെ ഇമോഷണലായി കണ്ട ഈ സിനിമയിലുണ്ടായിരുന്നു. അതിന് സന്തോഷവും സാറ്റിസ്ഫാക്ഷനും സംതൃപ്തിയും ഉണ്ടാവില്ല. കാര്യം ഈ സിനിമയ്ക്ക് അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒരു നിർമ്മാതാവുണ്ട്, അദ്ദേഹം മുടക്കി പൈസയുണ്ട്, ഒരു പുതിയ സംവിധായകന്റെ സ്വപ്നങ്ങളുണ്ട്, ഒരു വലിയ ഹിറ്റിന് ശേഷം രണ്ടാമത്തെ സിനിമ ചെയ്യുന്ന ഒരു തിരക്കഥാകൃത്തുണ്ട്, ആദ്യമായി ഒന്നിക്കുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെ ആഗ്രഹമാണ് ഈ സിനിമയ്ക്ക് നല്ലത് വരിക, നല്ലത് സംഭവിക്കാറുണ്ട്. അപ്പൊ അത് സംഭവിക്കുന്നതിപ്പോ ഉണ്ടാവുന്ന ഇമോഷനാണ് അതെല്ലാം. ചോദിക്കുന്നത് അത് പുള്ളിയുടെ ചോദിക്കില്ല. അങ്ങനെ പുള്ളി വളർന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ അഭിപ്രായങ്ങൾ അതിന്റെ ഇപ്പൊ നമ്മുടെ വയനാട് ബിഗ്ഗസ്റ്റ് അപ്പൊ അതിനുശേഷം ഇറങ്ങുന്ന മലയാള സിനിമകളിലെ ഒരു സിനിമയാണ്. അപ്പൊ ഇത്തരത്തിൽ സിനിമയ്ക്ക് പോകാതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിനോദങ്ങൾക്ക് വേണ്ടി പണം മാറ്റി വെച്ച ഒരുപാട് ആളുകൾ ഇപ്പൊ ആ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുക്കണം. ഈ സിനിമയുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് ആ ഒരു ഇതിലേക്ക് ആക്കുന്നത്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ അല്ലായിരുന്നു ഇതിലും കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നത്. അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോയേ പറ്റൂ. നമ്മളിപ്പോ ജീവിതത്തില് അവിടെ അതിന് വ്യക്തിമാർക്കും ഈ ഒരു ജീവിതമുണ്ട്, അവര് മുന്നോട്ട് പോകുന്നുണ്ട്. അവർ മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന പോലെ നമ്മൾ സഹായിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും കൂടെയുണ്ട്. അത് കഴിഞ്ഞ ദിവസത്തെ പോലെ അവിടുത്തെ രക്ഷാപ്രവർത്തനം നിർത്തിയത് കൊണ്ടോ മറ്റാൾക്കാർ തിരിച്ചു പോയത് കൊണ്ടോ ഒന്നും അവിടെ തീരുന്നില്ല. നമ്മളെപ്പോഴും അവരുടെ കൂടെയുണ്ട്. എന്താവശ്യം വന്നാലും നമ്മളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ബാക്കിയുള്ള എല്ലാവരുടെയും ജീവിതവും. അത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മളിപ്പോ സിനിമ ഷൂട്ട് ചെയ്തു, ഇതിന്റെ ഫുൾ പണികളും തീർത്ത് നമ്മൾ രണ്ടാം തീയതി റിലീസ് ചെയ്യാൻ നിൽക്കുന്നതിന്റെ ഒരു ദിവസം മുന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ തന്നെ നമ്മളെല്ലാവരും സിനിമാ സംഘടന എല്ലാവരും ഒറ്റക്കെട്ടായി റിലീസുകൾ മാറ്റിവെച്ചു. അതൊരിക്കലും ആള് കുറയും എന്ന് ഓർത്തിട്ടല്ല, നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് അത് ആശയക്കുറവിന്റെ തീരുമാനമെടുത്തു. അപ്പൊ നമുക്കിത് ഇത്രയും ഷൂട്ട് കഴിഞ്ഞ് ഇത്രയും നിർമ്മാതാവിന് ചെലവായ പൈസ മുഴുവൻ നമ്മൾ നോക്കാൻ കിടക്കുന്നു എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ ഇനിയും ഇത് ഹോൾഡിംഗ് വെക്കുന്നതിൽ കാര്യമില്ല. ഒരാളെ മുന്നോട്ട് വരണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് തുടങ്ങിയതിനു ശേഷം നമ്മുടെ പ്രൊഫഷനിലേക്ക് വരുന്ന നമ്മൾ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇതിന്റെ റിലീസിനെ പറ്റി നമ്മൾ ചിന്തിച്ചു. വളരെ മിതമായ രീതിയിൽ ഇതിന്റെ മാർക്കറ്റിങ്ങിനെ പറ്റി ചിന്തിച്ചു. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ സിനിമയിലുള്ള കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ മിനിമലായ ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ ആളുകളെ ക്ഷണിക്കുന്നതിനും ഈ സിനിമയെ പറ്റി പറയുന്നതിനും ഈ സിനിമയുടെ വിജയം ആഘോഷിക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അപ്പോഴെല്ലാം നമുക്കുള്ള കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലാണ്. ഈ സിനിമ ഇറങ്ങി കണ്ടു കഴിയുന്നവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും ഒരു സിനിമ എപ്പോഴും വിജയിക്കുന്നത് പബ്ലിസിറ്റി കൂടെയാണ്. അപ്പൊ അത് ഈ സിനിമയ്ക്ക് സംഭവിക്കും എന്നുള്ളത് വളരെ ഒരു ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. പല സമയത്ത് പല ആളുകളും ഇതിന്റെ ലാഗുകളൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മളൊന്ന് ടെൻഷൻ ആവുമ്പോൾ തിയേറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ഇത്രയും മനോഹരമാണ്. നമ്മൾ നേരിട്ട് കാണുന്നതും സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നതും നിങ്ങളെല്ലാവരും റിവ്യൂസ് കിട്ടുന്നതും എല്ലാം അത്തരത്തിലുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ ശരിക്കും ഈ സിനിമയ്ക്ക് ആഗ്രഹിച്ച
മാത്രമല്ല എല്ലാവർക്കും ഒരേ സമാനതകളില്ലാത്ത ബന്ധമാണ് വയനാട് സംഭവിച്ചത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ഡെയിലി നമ്മൾ ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ലോകയിലെ ഒരു വേറൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ സിനിമ അതിജീവനത്തിന്റെ കഥയാണ്. അപ്പോൾ അതിൽ നിന്നും ഫുൾ ടൈം നമ്മളെല്ലാവരും ഈ ടിവിയിലൂടെ ഈ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് കുറെ കഴിയുമ്പോൾ നമുക്ക് ബാധിച്ചപ്പോൾ തന്നെയാണ്. അതിനൊക്കെ കറക്റ്റ് ടൈം കൊടുക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ സിനിമ റിലീസാക്കി. സിനിമയും ഒരു അതിജീവനത്തിന്റെ കഥയാണ്. അപ്പോ നമ്മുടെ സമൂഹങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. അത് ഇനിയും എന്തൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. താങ്ക് യു. മലയാള സിനിമയുടെ ഫസ്റ്റ് ഹാഫിന്റെ സക്സസ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തു. അടിയ സമീപസ് കഴിഞ്ഞിട്ട് ഇനി സെക്കൻഡ് ഹാഫിനെ മോസ്റ്റ് അറിയിക്കുന്ന പറയുന്നത് രണ്ട് സിനിമകൾ റോഡ് മുതൽ ചാടുന്നത് ഹോളിവുഡ് ടൈപ്സ് ആണ്. രണ്ടും താങ്കളുടെ പ്രൊഡക്ഷനിലുണ്ട്. അതിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സ്റ്റാറ്റസ് എങ്ങനെയാണ്? റോഡ് മുതൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഫെബ്രുവരി നെക്സ്റ്റ് ഇയർ ആണ് റിലീസ് പ്ലാൻ ചെയ്തത്. ഹോളിവുഡ് ടൈംസ് ജനുവരി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അതുമായി അടുത്തൊരു ഓണമൊക്കെയാണ് പ്ലാൻ. എല്ലാം പ്ലാനാണ്. ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈ സിനിമയ്ക്ക് ഒരു വിധത്തിലുള്ള കോംപ്രമൈസ് ഈ ഇവിടെ ഇരിക്കുന്ന ആരും വയ്യാതായിട്ടുണ്ട്. ഇപ്പം അതിന്റെ ഒരു എക്സ്പെൻസീവ് ആണെങ്കിലും നമ്പർ ഓഫ് ഡേയ്സ് ആണെങ്കിലും ഒരു സംവിധായകന്റെ തിരുവനന്തപുരത്തിന്റെ മാർഗങ്ങളാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരുടെ മാർഗങ്ങളാണെങ്കിലും ഇപ്പൊ എന്റെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പിയറൻസിൽ അത്രയും വലിയ ഇപ്പം ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം മുടി ഷേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാശ് കൊടുത്ത് മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഞാൻ ഷേവ് ചെയ്തപ്പോൾ തന്നെ ഇവർ രണ്ടുപേരോട് പറഞ്ഞു ഇത് വാങ്ങിയെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള പൈസ എനിക്ക് വേണ്ടത്. അപ്പൊ അത്രയും എഫേർട്ട് പോയിട്ട് അതെ അപ്പൊ സംഭവിച്ചു. അപ്പിന് വെച്ചിട്ട് പലർക്കും നമ്മളെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ അല്ല, ആസിഫിനെ പെട്ടെന്ന് കിട്ടുന്നില്ല, പിന്നെ എന്നെയും കിട്ടുന്നില്ല. ഞാനും ആ അണ്ടർസ്റ്റാൻഡിൽ സൈഡിലൂടെ എന്റെ അടുത്ത് വന്നിട്ട് പറയാൻ കോട്ടയം എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ പോയിട്ടുണ്ട്. ഒരു ഭാഗ്യം. വളരെയധികം സിറ്റി ചെയ്യുന്ന ഒരു ഡയലോഗാണ്. ഇപ്പോഴും ആ സുഹൃത്തുമായിട്ട് എങ്ങനെയാണ് ഒരു സാഹചര്യത്തിൽ നമ്മൾ കഥാപാത്രങ്ങളാണ്. പക്ഷെ എനിക്കത് സുഹൃത്തുണ്ട്, അത് എടുത്തു പോകില്ല. അത്ര സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും അയാൾ എപ്പോഴും എന്നോടൊപ്പം ഉണ്ട്. എന്റെ ഫ്ലാറ്റുണ്ട്. അദ്ദേഹത്തിന്റെ ഡയലോഗ്സിൽ എടുത്ത് പറയുന്നത് ഒരുപാട് ഡയലോഗ്സ് സിനിമയിലുണ്ട്. ഇപ്പൊ ഞാൻ സുരാജേട്ടനോട് പറയുന്ന ഒരു ഡയലോഗാണ് എനിക്ക് ട്രെൻഡിങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാധനം. നമ്മുടെ ലൈഫിൽ പ്രശ്നം കാറ്റുകാരെ നമ്മള് ഇങ്ങനെ നിൽക്കണമെന്ന് പറയും. അത് ഭയങ്കര മീനിങ് ആയിട്ടുള്ള ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള ഡയലോഗാണ്. ഞാൻ അത് അനുഭവിച്ചാണ്. ഒരുപാട് സിനിമകൾ ഇറങ്ങുമ്പോഴും ഞാൻ കാറ്റ് കടയിൽ വെച്ച പോലെ നിന്നുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും സിനിമ ചെയ്യാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തങ്കത്തിന്റെ പല സിറ്റുവേഷൻസിലും വരുന്ന ഡയലോഗ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആരും കരഞ്ഞു പോകുന്നു എന്ന് നമ്മൾ പറയുന്ന കേരളത്തിലെ ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ഡയലോഗ്സിൽ ഒന്നാണ്. ഒന്നല്ല, ഈ സിനിമ നമ്മൾ എല്ലാവരും ഭയങ്കര ആഗ്രഹിച്ച് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. കാരണം ഈ സിനിമയുടെ ഏറ്റവും വലിയ ചാലഞ്ച് രണ്ട് ആക്ടേഴ്സിന്റെ ഡേറ്റ്സ്. അതായത് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആസിക്കോ സുരാജിന്റെ ഒരു പനി വന്നിട്ട് ഷൂട്ട് നടക്കുന്നില്ല. അത് അങ്ങനെ ഏകദേശം ഒരു വർഷം കൊണ്ട് ഇവരുടെ ഡേറ്റ്സ് മാനേജ് ചെയ്ത് ഷൂട്ട് ചെയ്ത് അപ്പൊ ഈ എല്ലാം, അതായത് ഞങ്ങളെല്ലാം വിഷ്ണു ആണെങ്കിലും ആസി സുരാജേട്ടൻ ഞാൻ ചെയ്ത 4ാമത്തെ സിനിമയാണ്. അപ്പൊ ഞങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ വളരെ ആഗ്രഹത്തോടെ ചെയ്ത ഒരു സിനിമയാണ്. പക്ഷേ ഈ സിനിമ ഞങ്ങൾ പ്രതീക്ഷ ഒരു റിസൾട്ടും അതിനേക്കാളും വലിയ റിസൾട്ടാണ് കഴിഞ്ഞ
3 ദിവസമായിട്ട് നമ്മുടെ പ്രേക്ഷകർ തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഏതൊരു സിനിമയും നമ്മള് ഇപ്പൊ ഫസ്റ്റ് ഡേ സിനിമ റിലീസായി ആ സിനിമ ആ ഫസ്റ്റ് ഡേനേക്കാൾ സെക്കൻഡ് ഡേ കളക്ഷൻ ഇൻക്രീസ് ചെയ്യുക, തേർഡ് ഡേ അതിനേക്കാൾ ഇൻക്രീസ് ചെയ്യുക. അതാണ് ഒരു സിനിമ വിജയം അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോ ഈ ഒരുപാട് റിവ്യൂസ്, അതായത് എനിക്കൊക്കെ വളരെ മെസ്സേജുകൾ, അപ്പോ എല്ലാവരോടും ഇത് ഓഡിയൻസിനോട് പറയാം, താങ്ക് യു സോ മച്ച് ഫോർ ആക്സെപ്റ്റിംഗ് അവർ ഫിലിം. ഔട്ട്ഫിറ്റ് അടിപൊളിയായിരുന്നു. സാധാരണ ആദ്യപടിയാണ് ഇത്തരത്തിലുള്ള ഔട്ട്ഫിറ്റിലേക്ക് വരുന്നത്. ഇവനെ കണ്ടല്ലേ നമ്മൾ പഠിക്കുന്നു. ഇങ്ങനെയുള്ള കുറെ ഒരുപാട് സന്തോഷം. ഇത് വിക്രം സാർ പോലും പറഞ്ഞു ഔട്ട്ഫിറ്റ് സൂപ്പർ, ഇതേ സാധനം തന്നെ. താങ്ക് യു. ആ കുട്ടിയോടൊപ്പം ഒരു സിനിമ അഭിനയിച്ചിട്ട് കുറെ നാളായിട്ട് അഭിനയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അഭിനയിച്ചിട്ടേ ഇല്ല. അപ്പൊ ഇതില് ത്രൂ ഔട്ട് നിങ്ങൾ ഒരുമിച്ചാണ്. ഇനി ഒരു സ്ക്രിപ്റ്റ് ആ കുട്ടിയോടൊപ്പം അഭിനയിക്കാൻ റിയാക്ഷൻ പറയാൻ വരുമ്പോൾ ആസിഫായിട്ടാണ് ഡേറ്റ് പറ എന്ന് പറഞ്ഞു മാറാതിരിക്കാനാണ് അഡ്വാൻസ് കേട്ടോ. കാര്യം എന്നാ ഓക്കെ എന്ന് പറയുന്നത് പിന്നെ മാറ്റി അഡ്വാൻസ് ബ്ലോക്ക് ചെയ്യും. എല്ലാവരും പറയുന്നത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു. കോമ്പിനേഷനിൽ ഇത്രയും ഹിറ്റ് സമ്മാനിക്കാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം. ഇനിയും അത് സംഭവിക്കട്ടെ. ഞാൻ റെഡിയാണ്. പിടിക്കുമ്പോ അപ്പോ എല്ലാവർക്കും ഒരുപാട് നന്ദി. രാവിലെ തന്നെ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വെച്ചത് നമ്മളെല്ലാവരും എത്തിയതിലും ഇത്രയും പ്രസിഡന്റ് ഇത്രയും ആക്റ്റീവായിട്ട് കൂടെ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷം. എപ്പോഴും ഈ ചിരി എന്നെ കാണുമ്പോഴും ഞങ്ങളെ കാണുമ്പോഴും നിങ്ങളുടെ മുഖത്തുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സിനിമ ഇനിയും ആരംഭിക്കുന്ന ഒരു വലിയ വിജയമുണ്ട്. അതിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ കൂടെ സഹായം വേണം. ഉറപ്പായിട്ടും ഓൺലൈൻ മീഡിയ എന്നുള്ള രീതിയിലും ടി വി മീഡിയ എന്നുള്ള രീതിയിലും എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ വാപ്പയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. സുരേഷേട്ടനോട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, പകരക്കാരുണ്ട്. ഞങ്ങള് പ്രൊഫഷണൽ വൈസ് അല്ലെങ്കിൽ സിനിമ കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല. ഞങ്ങൾ തമ്മിൽ കാണുന്നത് എനിക്ക് ഇപ്പോഴും അവൻ അനിയനാണ്. ഇപ്പോഴും ഞാൻ അവരുടെ ചെറുത പരിപാടി എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. നിങ്ങളോടൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ അവരോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഓക്കെ, താങ്ക് യു. അല്ല നിങ്ങൾ ചോദിക്കാറുണ്ട് കാണാറുണ്ട്. അപ്പൊ താങ്ക് യു. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ചോദ്യം ഔട്ട്ഫിറ്റ് സൂപ്പർ. താങ്ക് യു.